അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് തറാവീഹ് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നവരാണല്ലേ. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ അമലുകളും നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സുഹൃതങ്ങൾ വാരി കൂട്ടുകയാണ് എന്ന് സാരം. അള്ളാഹു നമ്മൾ എടുക്കുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഇന്ന് കുറച്ച് മുമ്പ് ഒരു വാർത്ത കേട്ടു. ഫവാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തറാവീഹ് നിസ്കരിച്ചിട്ട് ആ മനുഷ്യൻ കുടുംബത്തിൻ്റെ കൂടെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുമ്പോൾ ആ ഒരു സഹോദരൻ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന് പറയുന്നു. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. സഹോദരങ്ങളെ, വല്ലാത്ത പ്രയാസമാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ കടന്നു വരികയാണ്. ആ പെരുന്നാളിന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആ പെരുന്നാളൊന്ന് ആസ്വദിക്കാൻ നാട്ടിലേക്ക് കടന്നു വരാൻ നിൽക്കുകയാണ്. ഭാര്യ ഉണ്ടാകും, കൂടെ മക്കളുണ്ടാകും. ചിലപ്പോൾ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വാർത്ത, ഈ ഒരു മകൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അതായത്, ഉമ്മ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഇന്നാലിന്ന ദിവസം ഞാൻ എത്തുമെന്ന് ഓൾറെഡി ആ ഒരു സഹോദരൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും. എല്ലാം ഒരുക്കി തയ്യാറാക്കിയതിൻ്റെ ശേഷം ആ ഒരു സഹോദരൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ടാണ് ആ ഒരു സഹോദരൻ നാട്ടിലേക്ക് തിരിക്കുന്നത്. ആ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആ ഒരു സഹോദരൻ യാത്രയായത്. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. പടച്ചറബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി അള്ളാഹു കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണ്, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ്. ഈ ഒരു മാസത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഓരോ ദിനരാത്രങ്ങളിലും ഒരു സഹോദരൻ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിച്ച് പാരത്രിക ലോകം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അള്ളാഹു കൊടുത്ത ഒരു ജീവന്, ആ ഒരു ജീവൻ പെടുന്നനെ പൊലിഞ്ഞു പോയപ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം തോന്നിയല്ലേ. എന്നാൽ വേറെ ഒരു വാർത്ത കൂടി കേൾക്കാനായിട്ട് കഴിഞ്ഞു. റഫീഖ് എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ലാത്ത ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരൻ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് സ്വയം തീ കൊളുത്തിയിട്ട് ആ ഒരു സഹോദരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വളരെ വേദനാജനകമായ മറ്റൊരു വാർത്ത. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? അള്ളാഹു കൊടുത്ത ഒരു ജീവൻ പെടുന്നനെ പൊലിഞ്ഞു പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ അള്ളാഹു കൊടുത്ത ജീവൻ വേറെ ഒരു വ്യക്തി സ്വന്തമായിട്ട് ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഈ റഫീഖ് എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. ആ ഒരു സഹോദരൻ്റെ ഭാര്യ ഒരു ബസ്സിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ഒരു മാലയേറ്റ് ആ ഒരു സഹോദരി മോഷ്ടിച്ചു. അത് പോലീസ് പിടികൂടി. ആ ഒരു സഹോദരിയുടെ പക്കലിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുകയും ചെയ്തു. അവരെ പോലീസ് അറസ്റ്റ് വാറൻ്റ് വന്നു. പോലീസ് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് മാറ്റി. നാട്ടിലും കുടുംബത്തിലുമൊക്കെ ആ ഒരു സഹോദരന് ഈ ഒരു അപമാന ഭാരം താങ്ങാൻ കഴിയാതെ മകനെ ആ ഒരു ഭാര്യയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് ശരീരത്തിലേക്ക് തീ കൊളുത്തി 50% തീ ശരീരം കാർന്നു തിന്നു. ആ ഒരു സഹോദരൻ മരണത്തിന് കീഴടങ്ങി എന്നൊരു വാർത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നല്ലാതെ നമുക്കൊന്നും ആ ഒരു വിഷയത്തിൽ പറയാനില്ല. ആത്മഹത്യയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾക്ക് പ്രയാസം വരുമ്പോൾ
ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആത്മഹത്യ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്, ഈ ഒരു ആത്മഹത്യയിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നോ? അല്ല, യഥാർത്ഥ പ്രശ്നം തുടങ്ങാനിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണല്ലോ മരണം. എന്താണ് ഒരു ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ? ആ മനുഷ്യനെ ഖിയാമത്ത് നാള് വരെ ഖബറിന്റെ ഉള്ളില് അതേ രൂപത്തിൽ എങ്ങനെയാണോ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് അതേ രൂപത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. തീ കൊളുത്തിയതാണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം തീ കൊളുത്തപ്പെടും. ആ മനുഷ്യനെയും ആ ഒരു തീ അണഞ്ഞ് ശരീരത്തിൽ പറ്റില്ലാതാവുമ്പോൾ വീണ്ടും തലക്കെന്ന് തന്നെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് അള്ളാഹുവിൻ്റെ ആത്മഹത്യ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷാ നടപടി എന്ന് പറയുന്നത്. അതങ്ങ് ഖിയാമത്ത് നാൾ വരെ തുടർന്നു കൊണ്ടേയിരിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ തോന്നലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കുക. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. 6 അടി മണ്ണിൻ്റെ അടിയിലേക്ക് യാത്രയായിട്ടുണ്ടാകും ഈ 2 സഹോദരന്മാരും. അള്ളാഹു അവർക്ക് 2 പേർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാസിയായിട്ടുള്ള ആ ഒരു ഫവാസ് എന്ന് പറയുന്ന സഹോദരൻ്റെ മരണ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഇത് മുഴുവനും നന്നായിട്ട് നിങ്ങൾ നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പെടുന്നനെയുള്ള മരണം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പരമമായ യാഥാർത്ഥ്യം. കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ നേരത്തിന് ഉറങ്ങൂല, നേരത്തിന് ഭക്ഷണം കഴിക്കൂല. ചില ആളുകളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ 12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടാകും. ആ 12 മണിക്കൂർ കഴിഞ്ഞാൽ പോലും ബാക്കി ഉറങ്ങേണ്ട 7 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങണം. ആ 7 മണിക്കൂറിൽ ഒരുപാട് സമയം ഫോണിൽ നോക്കിയിട്ടും അനാവശ്യമായിട്ടും കളഞ്ഞിട്ട് ഏതാനും തുച്ഛമായ മണിക്കൂറുകൾ മാത്രം അവർ ഉറങ്ങിയിട്ട് വീണ്ടും ജോലിക്ക് കടന്നു പോകും. ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അത് ഹൃദയാഘാതത്തിന് കാരണമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ മനുഷ്യന്മാർ പെടുന്നനെ മരണപ്പെടും. കാരണം ജീവിതത്തിൻ്റെ ശൈലി മാറി, താളം തെറ്റി ശരീരം റിയാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാസികൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കാരണം ആ ഒരു സഹോദരങ്ങളാണ് അവരുടെ കുടുംബത്തിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അന്യനാട്ടിലേക്ക് കടന്നു പോകുന്നത്. അവരുടെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് കടന്നു വരാറുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.